റണ്ണൊഴുകിയ അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ IPL ചരിത്രത്തിലെ തന്നെ ഏറ്റവും ആവേശകരമായ ഒരു അന്ത്യത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷ്യം വഹിച്ചത്. 414 റൺസ് പിറന്ന ഹൈ സ്കോറിംഗ് മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരായ രാജസ്ഥാൻ റോയൽസിന്റെ വിജയം വെറുമൊരു ജയമായിരുന്നില്ല. അത് തുഷാർ ദേശ്പാണ്ഡെ എന്ന ബൗളറുടെ ശക്തമായ തിരിച്ചുവരവിന്റെ വിളംബരം കൂടിയായിരുന്നു. ഗുജറാത്തിന് ജയിക്കാൻ വേണ്ടത് 11 റൺസ്. ക്രീസിൽ അപകടകാരികളായ റാഷിദ് ഖാനും കസിഗോ റബാഡയും. മറുവശത്ത് രാജസ്ഥാൻ റോയൽസിനായി പന്തെറിയാൻ വരുന്നത് തുഷാർ ദേശ്പാണ്ഡെ. മുൻപ് പലപ്പോഴും റൺസ് വിട്ടുകൊടുക്കുന്ന ബൗളർ എന്ന പഴി കേൾക്കേണ്ടി വന്ന തുഷാറിനെ അവസാന ഓവർ ഏൽപ്പിക്കാനുള്ള നായകൻ റിയാൻ പരാഗിന്റെ തീരുമാനം ഏവരിലും അമ്പരപ്പുണ്ടാക്കി. സന്ദീപ് ശർമ്മയെ പോലുള്ള പരിചയസമ്പന്നനായ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റ് കൈവശമുണ്ടായിട്ടും തുഷാറിലുള്ള പരാഗിന്റെ വിശ്വാസമായിരുന്നു ആ നിമിഷം നിർണായകമായത്. തുഷാർ എറിഞ്ഞ ആദ്യ പന്ത് വൈഡ് ഫുൾ ടോസ് ആയപ്പോൾ ഗുജറാത്ത് ക്യാമ്പ് വിജയം ഉറപ്പിച്ചിരുന്നു. എന്നാൽ അവിടെ നിന്നങ്ങോട്ട് കണ്ടത് തുഷാറിന്റെ അവിശ്വസനീയമായ പോരാട്ടമാണ്. സ്ഥിരം നായകൻ സഞ്ജു സാംസൺ ടീമിലില്ലാത്ത സീസണിൽ രാജസ്ഥാൻ റോയൽസിനെ നയിക്കുന്ന റിയാൻ പരാഗ് എടുത്ത ഒരു തീരുമാനമാണ് കളി മാറ്റിയത്. അവസാന ഓവറിൽ 11 റൺസ് പ്രതിരോധിക്കാൻ പന്ത് പരിചയസമ്പന്നനായ സന്ദീപ് ശർമ്മയ്ക്ക് നൽകാതെ തുഷാറിനെ ഏൽപ്പിച്ചത് ആരാധകരെ അത്ഭുതപ്പെടുത്തിയിരുന്നു. എന്നാൽ ധ്രുവ് ജുറലിന്റെ ഉപദേശപ്രകാരം 19ാം ഓവർ ജോഫ്ര ആർച്ചറെയും 20ാം ഓവർ തുഷാറിനെയും ഏൽപ്പിക്കാൻ പരാഗ് തീരുമാനിക്കുകയായിരുന്നു. ഈ റിസ്ക് രാജസ്ഥാന് സമ്മാനിച്ചത് പോയിന്റ് പട്ടികയിലെ 1ാം സ്ഥാനമാണ്. IPL കരിയറിൽ പലപ്പോഴും റൺസ് വഴങ്ങുന്നതിന്റെ പേരിൽ പരിഹസിക്കപ്പെട്ടിട്ടുള്ള താരമാണ് തുഷാർ. എന്നാൽ അഹമ്മദാബാദിലെ ആ രാത്രിയിൽ അയാൾ മറ്റൊരാളായിരുന്നു. ആദ്യ പന്ത് വൈഡ് ഫുൾ ടോസായി മാറിയപ്പോൾ ഗുജറാത്ത് ആരാധകർ വിജയം ആഘോഷിച്ചു തുടങ്ങിയിരുന്നു. എന്നാൽ പിന്നീടുള്ള 5 പന്തുകൾ ഒരു മാസ്റ്റർ ക്ലാസ് ആയിരുന്നു. 3ാം പന്തിലും 4ാം പന്തിലും റാഷിദ് ഖാനെ പോലൊരു ഫിനിഷറെ നിസ്സഹായനാക്കി ഓഫ് സ്റ്റാമ്പിന് മുകളിലായി തുഷാർ യോക്കറുകൾ തൊടുത്തു. റാഷിദിന്റെ വിഖ്യാതമായ സ്കൂപ്പ് ഷോട്ട് പോലും ആ കൃത്യതയ്ക്ക് മുന്നിൽ പാളിപ്പോയി. 5ാം പന്തിൽ റാഷിദ് ഖാന്റെ സിക്സർ ശ്രമത്തെ സ്വീപ്പർ കവറിൽ ജോഫ്ര ആർച്ചർ ഒരു വിസ്മയകരമായ ഡ്രൈവിംഗ് ക്യാച്ചിൽ കയ്യിലൊതുക്കിയതോടെ ഗുജറാത്തിന്റെ വിധി എഴുതപ്പെട്ടു. മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനെ മികച്ച സ്കോറിലെത്തിച്ചത് ധ്രുവ് ജുറലിന്റെ തകർപ്പൻ ഇന്നിംഗ്സ് ആണ്. 5 സിക്സറുകളും 4 ഫോറുകളും ഉൾപ്പെട്ടതായിരുന്നു ജുറലിന്റെ പ്രകടനം. ഓപ്പണർമാരായ യശസ്വി ജയ്സലും വൈഭവ് സൂര്യവംശിയും മികച്ച അടിത്തറ നൽകി. മറുഭാഗത്ത് ഗുജറാത്തിനായി സായി സുദർശൻ പൊരുതിയെങ്കിലും മിഡിൽ ഓവറുകളിൽ രവി ബിഷ്ണോയിയുടെ സ്പിൻ മാന്ത്രികത ഗുജറാത്തിന്റെ നടുവൊടിച്ചു. ഈ വിജയം തുഷാർ ദേശ്പാണ്ഡെയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവാണ്. സന്ദീപ് ശർമ്മയെ പോലൊരു ബൗളർ സൈഡ് ബെഞ്ചിലിരിക്കെ യുവതാരത്തെ വിശ്വസിച്ച് പന്തേൽപ്പിച്ച റിയാൻ പരാഗിന്റെ നേതൃപാടവവും ഈ മത്സരത്തിൽ എടുത്തു പറയേണ്ടതാണ്. കളത്തിനു ചുറ്റും ഓടി നെഞ്ചിൽ കൈയമർത്തി ഞാൻ ഇവിടെയുണ്ട് എന്ന് തുഷാർ വിളിച്ചു പറഞ്ഞപ്പോൾ അത് ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയൊരു ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റിന്റെ ഉദയം കൂടിയായിരുന്നു.